ഓം പരാശരേശ്വരായ നമഃ. നമ്മളൊരു ജ്യോതിഷം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആണ് പഞ്ചാംഗം. യാതൊരു സംശയവും വേണ്ട. എവറിതിങ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ്. പഞ്ചാംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയുന്നത് വാരം, തിഥി, നക്ഷത്രം, കരണം, യോഗം. തിഥി, വാര, നക്ഷത്ര, കരണ, നിത്യയോഗങ്ങളാണ് പഞ്ചാംഗങ്ങൾ. ഇത് ആണ് നമ്മൾ കാലമാനത്തിനായിട്ട് ഉപയോഗിക്കുക, കാലത്തെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു അല്ലെ. ഇപ്പൊ വാരം വെച്ച്, വാരം എന്ന് പറഞ്ഞാൽ എന്താ? വാരം എന്ന് പറഞ്ഞാൽ ആഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച എന്ന് നമ്മൾ പറയുന്ന മാതിരി ഓരോ ഗ്രഹത്തിനുമായിട്ട് കൊടുത്തേക്കാണ്. 7 ഗ്രഹം, സപ്തഗ്രഹത്തിന് 7 വാരങ്ങൾ കൊടുത്തു. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, 7 ഗ്രഹങ്ങൾ. സൂര്യന് ചേർന്നതാണ് രവിവാരം അഥവാ ഞായറാഴ്ച. ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ. ചന്ദ്രന് ചേർന്നത് തിങ്കളാഴ്ച. അങ്ങനെ അങ്ങനെ പോകുന്നു. ഓരോ വാരത്തിൽ ജനിച്ചവർക്കുണ്ടാവുന്ന പ്രത്യേക ഫലങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മുന്നേറ്റുണ്ട്. അത് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. രണ്ടാമതാണ് തിഥി. തിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 + 15 30 എടുക്കുന്നു. കാൽക്കുലേഷനിൽ വ്യത്യാസമുണ്ട്. കാൽക്കുലേഷൻ ചന്ദ്രന്റെ ഗതി അനുസരിച്ച് 27 എന്നുള്ളൊരു ഗതി കാൽക്കുലേഷൻ ഉണ്ട്. എന്തായാലും നമ്മൾ എടുക്കുമ്പോൾ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവ്, വെളുത്ത വാവും കറുത്ത വാവും വരും. അങ്ങനെ 15 + 15, തേയ്പിറ 15, വളർപ്പിറ 15, അങ്ങനെ തിഥികൾ വരുന്നു. നക്ഷത്രം 27. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർന്നം, പൂയ, ആയില്യം, മകം, പൂരം, ഉത്രാടം, ചിത്രജ്യോതി, വിശാഖം, തൃക്കേട്ട, മൂലം, പൂരാട്, ഉത്രാടം, തിരുവോണം, ഒട്ടം, ജതയം, പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. 27 നക്ഷത്രം. അടുത്തത് കരണം. സിംഹം, പുലി, പന്നി, ആന. സിംഹം, പുലി, പന്നി, ആന, പശു, വിഷ്ടി. പുല്ല്, നാൽക്കാലി, പാമ്പ്, പുഴു, ഇങ്ങനെ 11 കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇത് ഇങ്ങനെയല്ല എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞ വ്യത്യാസം. അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. ഭവം, പാളവം, കൗളവം, കരസെ, വരസെ, ഈ ഭദ്ര, ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് എടുക്കുന്നത് പരാശര സിസ്റ്റത്തിൽ. എങ്കിലും നമുക്ക് സിംഹം, പുലി, പന്നി, കഴുക, ആന, പശു, വിഷ്ടി, പുല്ല്, നാൽക്കാലി, പാമ്പ്, പുഴു, ഇതും പഠിച്ചു വെക്കണം. സ്ഥിരകരണം, ചരകരണം 11. യോഗം 27. വിഷ്കുംഭ, പ്രീതി, ആയുഷ്മാൻ, സൗഭാഗ്യ, ശോഭന, അതിഗഡ, സുവർമ്മ, ധൃതി, ഗഡ, ശൂല, വൃദ്ധി, ധ്രുവ, വ്യാഘാത, ഹർഷണ, വജ്രസിദ്ധി, വ്യതിവാദം, വരിയൻ, പരിക, ശിവ, സിദ്ധ, സാധ്യ, ശുഭ, ശുഭ്ര, ബ്രഹ്മ, മഹേന്ദ്ര, വൈധൃതി. 27 എണ്ണം. ഇത് ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത്രയും അറിയാവുന്ന, ഇത്രയും തലയിൽ ഉണ്ടാവുന്ന ഒരാളായിരിക്കണം ജ്യോതിഷം അറിയേണ്ടവൻ. അല്ലെങ്കിൽ ഒരു ജ്യോതിഷന് ഇത് കാണാപ്പാടമായിരിക്കണം. ഇതറിയാത്തവരും ജ്യോതിഷം നോക്കണ്ടെന്നുള്ളത് വേറൊരു വിഷയം. നിത്യയോഗമൊക്കെ ചിലവർക്ക് കാണാണ്ട അറിയില്ല എന്നാണ് എന്റെ കണക്ക്. കാര്യം പലവരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ നിത്യയോഗത്തെ വെച്ചിട്ട് ഉള്ളൊരു കാൽക്കുലേഷൻ ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവയോഗി, യോഗി, യോഗമാ അവയോഗമാ, ഒരു ജാതകത്തിൽ ഏത് യോഗി ഏത് അവയോഗി എന്നൊക്കെ അറിയാനായിട്ട് ഈ കാൽക്കുലേഷൻ ആവശ്യം വരും. തിഥിയെ വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തിഥി ശൂന്യം എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ. നക്ഷത്രത്തെ വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലാഢം എന്ന് പറയും മലയാളത്തില് അല്ലെങ്കിൽ സംസ്കൃതത്തിൽ, അതായത് മുടക്ക് രാശി. ഇനി കരണത്തെ പറ്റി ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അത് ചില കരണങ്ങളിൽ ചില പരിപാടി ചെയ്ത പണി കിട്ടും. അപ്പോ അത് അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. അത് നെഗറ്റീവ് സൈഡാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണം. മുടക്കും അവയോഗിയും തിഥി ശൂന്യം ഒക്കെ നെഗറ്റീവ് സൈഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാരത്തില് ശുഭവാരമുണ്ട്, അശുഭവാരമുണ്ട്. ഇപ്പൊ ചൊവ്വാഴ്ച ചില കാര്യങ്ങൾ ചെയ്താൽ പണിയാണ്, ശനിയാഴ്ച ചില കാര്യങ്ങൾ ചെയ്താൽ പണിയാണ്. കാര്യം ഗ്രഹവുമായിട്ട് ബേസ് ചെയ്താണ്. അപ്പോ ഇത് വാരം എന്ന് പറയുന്നത് ഗ്രഹമായിട്ട് ബേസ് ചെയ്താണ് എല്ലാ ഗ്രഹങ്ങളും. തിഥി
പ്രധാനമായിട്ടും വരുന്നത് ചന്ദ്രന്റെ ഗതിയാണ്. ചന്ദ്രനെ ബേസ് ചെയ്ത നക്ഷത്രം എന്ന് പറയുന്നത് താരാബലം നക്ഷത്രത്തെ ബേസ് ചെയ്താണ്. ഈ നക്ഷത്രത്തെ ബേസ് ചെയ്ത് ഞാൻ ഒരു കാര്യം കൂടി വീഡിയോയിൽ ക്ലിയർ ആയിട്ടുണ്ടാവുന്നത് താരാബലം കണക്കാക്കുന്ന രീതി. ചില നക്ഷത്രങ്ങൾ പ്രശ്നമാണ് അല്ലെ, ആ നക്ഷത്രങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മറ്റേ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജന്മനക്ഷത്രം, സമ്പത്ത് നക്ഷത്രം, വിപത്ത്, പ്രത്യര, ക്ഷേമ നക്ഷത്രം, പ്രത്യര നക്ഷത്രം, സാധകം, വധം, ഇങ്ങനെ പറഞ്ഞിട്ട് നക്ഷത്രങ്ങൾ, അതാ മുന്നത്തെ വീഡിയോ പോയി കണ്ടാൽ മതി. കരണം, നിത്യയോഗത്തെ ബേസ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഇതെല്ലാം ഉണ്ട്, എന്തിന് ഏതെടുക്കണം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. എന്ത് കാര്യത്തിന് ഏതിനെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കണം, എന്ത് കാര്യത്തിന് ഏതിനെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് വിചാരിക്കണം? ആക്ഷൻസ്. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുവാനായിരിക്കുമല്ലോ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യണം. ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വാട്ട് എവർ വി ആർ ഡൂയിങ് ഫോർ സംതിങ്, അതാണ് ആക്ഷൻസ് എന്ന് പറയുന്നത്, നമ്മളെ പ്രവൃത്തികൾ. ഇനി എന്തെങ്കിലും കിട്ടാനായിരിക്കുമല്ലോ, വസ്തുക്കൾ കിട്ടാനായിരിക്കുമല്ലോ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന. അപ്പൊ അതിന് ആ വസ്തുക്കളെ നമുക്ക് എന്ത് പറയാം? തിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ചില വസ്തുക്കൾ നേടാൻ ചില പ്രവർത്തികളിൽ നമ്മൾ മുഴുകും. ആ പ്രവൃത്തികള് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പ്രവർത്തികളുണ്ട്, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ പേഴ്സൺസ് ഇൻവോൾവ്ഡ് ആവും. അപ്പൊ അതുകൊണ്ട് ഞാൻ അസ്ട്രോളജി പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും പറയാറുണ്ട്, 3 things ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്: പേഴ്സൺ, തിങ്സ് ആൻഡ് ആക്ഷൻസ്. ഹിയർ one thing also included, that is place. അപ്പൊ നമ്മള് പേഴ്സൺ, പ്ലാനറ്റ്, പേഴ്സൺ, പ്ലേസ്, തിങ്സ്, ആക്ഷൻസ് എല്ലാം പ്ലാനറ്റ് ആയിട്ടും സ്റ്റാർസ് ആയിട്ടും ഈവൻ മൂൺ ആയിട്ടും അതിന്റെ തന്നെ തിഥ്യാർത്ഥം കരണം എന്ന് പറയും. ഇതിന്റെയൊക്കെ കാൽക്കുലേഷന്റെ ബേസിലാണ് കരണം വന്നത്, നിത്യയോഗം വന്നത്. ഇതെല്ലാം എന്തിനെ എപ്പോൾ എടുക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം ഞാൻ. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രപഞ്ചഭൂത ഗണന ഇതായിട്ട് കണക്റ്റഡ് ആണ്. പ്രപഞ്ചത്തിന്റെ പഞ്ചഭൂതം എന്നുള്ള രീതിയിൽ ഇത് എടുക്കും. ഞാൻ ശരകല പഠിപ്പിക്കുമ്പോൾ എല്ലാവരും പറയും നിങ്ങളുടെ ബോഡിയിൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഗ്രഹം ഏതാണെന്നും ഏത് നക്ഷത്രമാണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് ഞാൻ പറയാറുണ്ട്. നമുക്ക് ശരം മനസ്സിലാക്കിയാൽ ഇപ്പൊ ഏത് രാശിയാണ് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് അറിയാൻ പറ്റും. ഇപ്പൊ എൻ്റെ രാശി എനിക്കിപ്പൊ അറിയാൻ പറ്റും. ഇപ്പൊ എൻ്റെ ബോഡിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രാശി ഏതാണ്, ഇപ്പൊ എൻ്റെ ബോഡിയിൽ ആളുമ ചെയ്യുന്ന ആഴ്ന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹം ഏതാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഈ ഗ്രഹത്തെ എനിക്ക് മാറ്റാനും ഒക്കെ സാധിക്കും. അതാണ് ഈ ശരകലയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ്. നമുക്കറിയാൻ പറ്റും, അത് നമ്മൾ മാറ്റും, മറ്റുള്ളവന്റെ ശരം മാറ്റും, അങ്ങനെയൊക്കെ പല പരിപാടിയുണ്ട്. അതൊരു വലിയ ബൃഹത് സബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ പറഞ്ഞത് ഈ പഞ്ചാംഗങ്ങളും നമ്മുടെ ബോഡിയിൽ ഉണ്ട്. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളായിട്ടാണ്. ഇപ്പൊ വാരം എന്ന് പറയുന്ന പ്ലാനറ്റ്, ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിലഭൂതത്തെയും, തിഥി എന്ന് പറഞ്ഞാൽ നീർഭൂതത്തെയും, നക്ഷത്രം എന്ന് പറഞ്ഞാൽ നെരുപ്പ് ഭൂതത്തെയും, കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാറ്റുഭൂതത്തെയും, യോഗം എന്ന് പറഞ്ഞാല് ആകാശഭൂതത്തെയും കുറിക്കും. ഓക്കെ, നിലം, ഗ്രഹങ്ങള് നിലഭൂതം, നമുക്ക് കാണാൻ പറ്റുന്ന ഗ്രഹങ്ങളാണ്. അത് നിലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിലം എന്ന് പറഞ്ഞാൽ ഭൂമിഭൂതം. ഭൂമിഭൂതം അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്, കാണാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. രണ്ടാമത് നീർഭൂതം. നീർഭൂതം എന്നുള്ളത് ജലം. ഓക്കെ, ജലം അഥവാ നീർഭൂതം. നീർ എന്ന് പറഞ്ഞാൽ വെള്ളം. ചന്ദ്രന് ജലവുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അമൃതകലയും വിഷകലയും ബോഡിയിൽ മാറി ഓടുന്നതും ഓരോരോ നക്ഷത്രങ്ങളിലും വന്ന് ചന്ദ്രൻ ഏറി പോകുന്നത്, ഇത് മർമാണികൾക്ക് ആണ് ഇത് അറിയാവുന്നത്. കണക്ക് എല്ലാ ജ്യോതിഷന്മാർക്കും ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഇത്. അപ്പൊ ഇതിങ്ങനെ
കറക്റ്റ് ഏറി പോവുകയും ഇറങ്ങി വരികയും ചെയ്യുന്ന ഒരു കണക്ക് ബോഡിയിലുണ്ട്. അതിനെ ബോഡിയിൽ ശരമേറുക ശരമിറങ്ങുക എന്ന് പറയും, കലയേറുക കലയിറങ്ങുക എന്ന് പറയും. ആ കലയെ ബേസ് ചെയ്ത് അമൃതകലയാണോ വിഷകലയാണോ എന്നൊക്കെ മനസ്സിലാക്കണം. അത് തിഥി. ഇത് പ്രപഞ്ചത്തിന്റെ കലയേറുന്നതാണ് വളർപിറൈ. ചന്ദ്രൻ ഇങ്ങനെ ചെറുതായി ചെറുതായി വരുന്നതും വലുതായി വലുതായി വരുന്നതും നിങ്ങൾക്ക് കാണാം. അപ്പൊ നീർഭൂതം. നെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി. അഗ്നിയായിട്ട് നിൽക്കുന്ന ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങള്. അപ്പൊ അഗ്നിഭൂതമാണ് നക്ഷത്രം. ഈ അഗ്നിയും ജലവും ഭൂമിയായിട്ട് കണക്ഷൻ നിങ്ങൾക്ക് അറിയാലോ. നമ്മളുടെ സൂര്യൻ പോലും അഗ്നിയായിട്ട് കണക്റ്റഡാ. പക്ഷെ ഇവിടെ സൂര്യനെ ഗ്രഹമായിട്ട് എടുക്കാൻ കാരണം അത് ഭൂമിയുടെ സിംബോളൈസേഷൻ ആയിട്ടാണ്. സൂര്യന് പകരം ഭൂമിയായിരുന്നു വരേണ്ടത്. പക്ഷെ നമ്മള് ഈ സൂര്യൻ എന്ന് എടുക്കുന്നത് സൂര്യന്റെ രശ്മി ഭൂമിയിൽ പതിക്കുന്ന ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. അതിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പല കാര്യങ്ങളും ഗണിക്കുന്നതും പഞ്ചാംഗം ഗണിക്കേണ്ട രീതിയൊക്കെ പറയേണ്ടി വരും. പോട്ടെ. ഇനി അടുത്തത് കരണം. തിഥിയുടെ പകുതിയാണ് കരണം. തിഥ്യർത്ഥം കരണം എന്ന് പറയുന്നത്. തിഥി എന്ന് പറഞ്ഞാൽ വളർപിറ തേയ്പിറ പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെയും പകുതിയാണ് എന്ന് പറഞ്ഞാല് ഒരു കലയേറുമ്പോൾ വളർപിറ കലയും തേയ്പിറ കലയും കൂടി കൂട്ടുന്ന സമയത്ത് ഇത് തിഥി 15 ആണെങ്കിൽ കരണം എന്ന് പറയുന്നത് 7 എണ്ണമാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ 4 എണ്ണം സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. ശരകരണം സ്ഥിരകരണം. ശരം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത്. ഇത് നമ്മുടെ ബോഡിയിലെ പ്രാണന്മാരുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഓദാനൻ, സമാനൻ, നാഗൻ, കൂർമൻ, കൃകരൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള 10 പ്രാണൻ ഉണ്ട്. പിന്നെയും ഉണ്ട് പ്രാണന്മാര്. അതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിപ്പോ 11 പറഞ്ഞു. അതിൽ മഹാപ്രാണൻ കൂടി കൂട്ടിച്ചേർത്താൽ മതി. അപ്പൊ 11 അങ്ങനെ കാറ്റ് എന്ന് പറഞ്ഞാല് പ്രാണൻ വായു ആയിട്ട് കണക്റ്റഡ് ആണ് കരണം. അടുത്തത് യോഗം. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യൻ പ്ലസ് ചന്ദ്ര അറിയാലോ. സൂര്യസ്ഫുടം ചന്ദ്രസ്ഫുടം കൂടിയിട്ടാണ് ചന്ദ്രാർക്കയോഗം. ചന്ദ്രൻ പ്ലസ് അർക്കൻ, സൂര്യ ചന്ദ്രന്മാരുടെ യോഗമാണ് നിത്യയോഗം. അപ്പൊ സൂര്യനും ചന്ദ്രനും. സൂര്യൻ ശരിക്കും നക്ഷത്രമാണെങ്കിലും നമ്മൾ ഗ്രഹമായിട്ട് കണക്കാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഭൂമിക്ക് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രനും. അപ്പൊ ഇത് ആകാശ തത്വമാണ്. ആകാശത്തിലാണ് ഇതുള്ളത്. ആകാശത്തിന്റെ തത്വമാണ് എന്നാണ് ഇതിനെ കണക്കാക്കുന്നത്. സ്പേസ് തത്വമാണ്. സ്പേസ് ക്രിയേറ്റ് ആവുന്നത് ഒരു ബൗണ്ടറി വരുമ്പോഴാണ്. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു ബൗണ്ടറി, കോസ്മിക് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഒരു സ്പിരിച്വൽ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന് കുറേയേറെ സൂക്ഷ്മ തത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർമാനാം അപുനർജന്മന ആത്മേത്യാത്മവിധാം കൃതശ്ചേത എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. അപ്പൊ ഇത് ആകാശഭൂതമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല, ആകാശഭൂതമാണ്. ഇനി ഇത് എപ്പോൾ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാതകപ്രകാരം ഗ്രഹങ്ങളുടെ ബലം നോക്കി നമ്മൾ സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും പേഴ്സൺ വ്യക്തികൾ ആയിട്ടുള്ള കാരകങ്ങളെയും നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. തിഥി വെച്ചിട്ട് ജലവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏതൊരു കാര്യത്തിന് വേണ്ടിയും ഇതെടുക്കാൻ പറ്റും. ഞാൻ കാരകത്വത്തിലേക്ക് കടക്കാനുള്ള കുറച്ച് ഇനി അടുത്തൊരു ക്ലാസ്സിൽ പറയാം. നിങ്ങൾ ഒരു തൊഴിൽ ചെയ്യണമെന്ന് വിചാരിക്കാം. നിങ്ങൾ അതിൽ സക്സസ് ആവണമെങ്കിൽ ആ തൊഴില് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട തൊഴിലാണെങ്കിൽ, ഭൂമി എന്ന് പറഞ്ഞാൽ സോളിഡ് എന്ന് എടുക്കണം. സോളിഡ് ആയിട്ടുള്ള ഖരപദാർത്ഥവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യവും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഒരു കാറാണെങ്കിൽ കൂടിയും അതൊരു സോളിഡ് വസ്തുവാണ്. ഒരു വീടാണെങ്കിൽ കൂടിയും അതൊരു സോളിഡ് വസ്തുവാണ്. അപ്പൊ നിങ്ങൾ വാരത്തെ എടുക്കണം, ശുഭവാരത്തെ എടുക്കണം. നിങ്ങളുടെ ജാതകത്തില് നിങ്ങൾ ജനിച്ച വാരത്തെ എപ്പോഴും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഏത് ദിവസമായാലും നിങ്ങൾ ജനിച്ച ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ എന്തായാലും ഈ വാരത്തിൽ നിങ്ങൾക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തുവിന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ ജനിച്ച തിഥി ഏതായിക്കോട്ടെ, ചീത്ത തിഥി ആയാലും നല്ല തിഥി ആയാലും, ജലവുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഏത് കാര്യത്തിന് വേണ്ടിയും നിങ്ങൾക്ക് എടുക്കാം. ജലവുമായിട്ട് കണക്ട് ചെയ്ത ഏത് കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു എണ്ണയുടെ ബിസിനസ് തുടങ്ങിയാണ്, ഒരു എണ്ണ കമ്പനി തുടങ്ങിയാണ്, അല്ലെങ്കിൽ പെട്രോള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളൊരു
വൈദ്യശാല തുടങ്ങിയാണ്, അവിടെ വിൽക്കുന്ന മെഡിസിൻസ് ഒക്കെ വാട്ടർ കണ്ടന്റ് ഉള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് തിഥി നോക്കുക. ശുഭതിഥി നോക്കാം. മുഹൂർത്തം നോക്കാനാണെങ്കിൽ ഭൂമിയായിട്ട് കണക്ട് ചെയ്ത കാര്യത്തിന് നിലഭൂതമായതുകൊണ്ട് വാരം നോക്കുക. വാട്ടർ ആയിട്ട് ബന്ധപ്പെട്ട ഇത് ഞാൻ മുഹൂർത്തം കുറിച്ച് നോക്കുമ്പോൾ ഇത് വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട്, വളരെ പണ്ടേ മുതലേ. ഇതും കൂടി കറക്റ്റ് ചെയ്യും. ഒരെണ്ണം മാത്രമല്ല, ഇതും കൂടി കറക്റ്റ് ചെയ്യും. തിഥി കറക്റ്റ് ചെയ്യും. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സോ അതുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചടങ്ങോ, ഇപ്പൊ പുളി കുടിക്കുക എന്നൊക്കെ പറയില്ലേ, പുംസവാനം എന്നൊക്കെ പറയുന്ന ചടങ്ങുകൾ വാട്ടറായിട്ട് ബന്ധമുള്ള എല്ലാത്തിനും തിഥി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അന്നപ്രാശനത്തിന് പോലും തിഥി നോക്കണം എന്ന് പറയുന്നത്. നക്ഷത്രം നെരുപ്പ് ആയിട്ട് കണക്ട് ആയിട്ടുള്ള എല്ലാത്തിനും നക്ഷത്രം നോക്കണം. നെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തോട്ടായിട്ട് കണക്ഷൻ ഉണ്ട്, ബ്രെയിൻ ആയിട്ട് കണക്ഷൻ ഉണ്ട്. തോട്ട് ആർ കമ്മിങ് ഫ്രം ബ്രെയിൻ. ബ്രെയിൻ is one of the main organ which is controlled and constituted by fire element. അപ്പൊ അതുകൊണ്ട് നെരുപ്പ് അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നക്ഷത്രം എടുക്കണം. ഒരു ഫാക്ടറി തുടങ്ങുന്നുണ്ട് എങ്കിൽ, ഒരു വീടിന് പാല് കാച്ചുമ്പോൾ നക്ഷത്രം എടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ അഗ്നി ആദ്യമായിട്ട് തെളിയിക്കുന്നതുകൊണ്ട് എടുക്കണം. ഒരു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നക്ഷത്രത്തെ എടുത്തിട്ട് ചെയ്യാം. ഫയർ എലിമെന്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാം ഇതായിട്ട് എടുക്കുക, ചെയ്യാം പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. കാരണം കാറ്റായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ കാറ്റായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും, ഇപ്പൊ നിങ്ങളൊരു കാറ്റാടി യന്ത്രം സ്ഥാപിക്കാൻ പോകണം, അല്ലെങ്കിൽ ഒരു ഫാൻ മേടിക്കാൻ പോകണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാണ്ട് പറയുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കാരണം കൂടി ശ്രദ്ധിക്കുക. നിത്യയോഗം, ആകാശം, ഇതെന്തിനാ ഉപയോഗിക്കണം? അയോഗ്യ അവയോഗികൾ എന്നൊക്കെ പറഞ്ഞാൽ യോഗം ചെയ്യാന്നൊക്കെ തന്നെ അതിൽ അർത്ഥം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ആകാശവുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചഭൂതങ്ങളുടെ ആകാശഭൂതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് യോഗം, മെഡിറ്റേഷൻ, ധ്യാനം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യോഗം നല്ല യോഗം വരുന്ന ദിവസങ്ങളിൽ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ജാതകത്തില് നിങ്ങൾക്ക് ഒരു വാരവും തിഥിയും നക്ഷത്രവും കർണയോഗം ഉണ്ടാവും. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ചീത്തയായാലും നല്ലതായാലും അത് നിങ്ങൾക്ക് പവർഫുൾ ആയിരിക്കും. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ പഞ്ചഭൂതങ്ങളിൽ ഏത് പഞ്ചഭൂതവുമായിട്ടാണ് ഡീൽ ചെയ്യേണ്ടി വരുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിലെ അതേ പഞ്ചഭൂതത്തെ பயன்படுത്തി നിങ്ങൾക്ക് വെற்றி പെറലാം, നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിജയിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിന് ഓരോന്നിനും ദോഷമുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ദോഷവാരങ്ങള് ചൊവ്വ, ശനി, ഇന്നതിനാകാത്തതെന്ന് പറഞ്ഞൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അതാണ്. അപ്പൊ തിഥിയില് ദോഷം, ഇപ്പൊ അമാവാസി തിഥിയിലൊക്കെ വല്ലതും ചെയ്ത പ്രശ്നം, അങ്ങനെ പറഞ്ഞിട്ട് ആ ദോഷമുള്ള തിഥികളെ ഒഴിവാക്കുക. ദോഷ നക്ഷത്രങ്ങള് അതിന് തന്നെ ഇപ്പൊ തന്നെ രോഹിണി, മാനം, ഇത്ര ചോദ്യം, മൈത്രവും 11 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 16 നാളുകളൊക്കെ മറ്റേ ചില പ്രത്യേക കാര്യങ്ങൾക്ക് എടുക്കുന്ന മാതിരി ശുഭ നക്ഷത്രങ്ങളെ കൊണ്ട് എടുക്കാൻ നോക്കുക. കരണം എടുക്കേണ്ടതിന് കരണം ഏത് സമയത്ത് എടുക്കും എന്നുള്ളത് സാധാരണ ഇവിടെ അധികം യൂസ് ചെയ്യാറില്ല. തമിഴ് അസ്ട്രോളജിയിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കരണത്തിന് ഹവം, പാളവും, കവളവും, വരിസൈ, കരിസൈ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കരണങ്ങളിൽ ഓരോന്നിനും പവറുണ്ട്. ഓരോ ഗ്രഹനാഥന്മാരും ഓരോ മൃഗങ്ങളും ഉണ്ട്. അതിനൊക്കെ വെച്ചിട്ട് നമുക്ക് ലൈഫിൽ വിജയം നേടാനായിട്ട് സാധിക്കും. കാര്യം നമ്മുടെ പ്രാണൻ തന്നെയാണ്. യോഗം, ആകാശം, യോഗയുമായിട്ട് ബന്ധപ്പെട്ടതോ ഈ പ്രാക്ടീസിനൊക്കെ യോഗം നോക്കുക. നിങ്ങളുടെ നിത്യയോഗം ഏതാണോ അതിന് നിങ്ങൾക്ക് ചെയ്താൽ എനർജി ഉണ്ടാവും. അതല്ല, നിങ്ങൾ എനർജി മാറുന്നതിനനുസരിച്ച്, നിങ്ങളുടെ സമയം മാറുന്നതിനനുസരിച്ച് ഇതെല്ലാം ചേഞ്ച് ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയെടുക്കാം. അപ്പൊ ഏറ്റവും ചുരുക്കി പറഞ്ഞ പഞ്ചഭൂതവും പഞ്ചാംഗവും ഏതാണ്ട് ഒരേ എസൻസ് ആണ്. നിങ്ങളുടെ ബോഡിയിലെ പഞ്ചഭൂതത്തെ നിങ്ങൾക്ക് ഏക്കണമെങ്കിൽ, ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പഞ്ചാംഗം പഠിക്കാൻ പറയും. ജ്യോതിഷന്മാരോട് ഗുരുക്കന്മാർ ആദ്യം പറയുന്നതാണ്. ഞാൻ 96 ജ്യോതിഷം പഠിക്കാൻ, 95-96 ജ്യോതിഷം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ പഞ്ചാംഗം ആണ് പഠിപ്പിക്കുന്നത്. പഞ്ചാംഗം വായിക്കാനും പഞ്ചാംഗം എന്താണെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. നല്ല ജ്യോതിഷന്മാരാണെങ്കിൽ ട്രഡീഷണലി പഠിപ്പിക്കുന്നത് ഇന്നതാണ്. എല്ലാ ദിവസവും പഞ്ചാംഗം കയ്യിലെടുത്ത് വായിച്ചാൽ തന്നെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാവും, ഉറപ്പായിട്ടും വിദ്യ ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചാംഗം വായിച്ച് ഓരോ ദിവസവും രാവിലെ എണീറ്റ് ഇന്നത്തെ പഞ്ചാംഗം, ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയാം
തിഥി ഏതാണ്, നക്ഷത്രം ഏതാണ്, കരണം ഏതാണ്, നിത്യവും ഏതാണ്, എല്ലാ ദിവസവും ഉണർന്നിരുന്ന് നോക്കുന്നവൻ കാലവുമായിട്ട് കണക്റ്റഡ് ആവും. ഓരോരുത്തരുടെ ബോഡിയിലെ പഞ്ചഭൂതങ്ങളും ആക്ടിവേറ്റ് ആവും. നിങ്ങൾക്ക് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് മുഹൂർത്തം കുറിക്കാനായിട്ട് വളരെ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് ജാതകത്തിൽ എങ്ങനെയാണ് ഇതിന്റെ ആവശ്യം വരുന്നത്, എങ്ങനെ എപ്പോ ഏത് സമയത്ത് എങ്ങനെ എടുക്കണം, ഒരു നക്ഷത്രമാണെങ്കിൽ അതിന്റെ തൂണ്ട് പോലെ എന്തായിട്ടാണ് അത് കാണിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് പല പല വീഡിയോയിലായിട്ട് ഇനി നോക്കാം. ഞാൻ അധികം സമയം കളയുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം പരാശരേശ്വരായ നമഃ.